ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനിന്നൊരു ക്രാഫ്റ്റ് വർക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് നല്ല ക്യൂട്ടായൊരു കീച്ചെയിൻ കേട്ടോ. ഞാനിവിടെ കുറേ എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. ഇതേപോലെ നല്ല ക്യൂട്ടായ കീച്ചെയിന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമ്മൾ കീച്ചെയിന് വളരെ സിമ്പിളാണ്. അടുത്തുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതിന് മെയിനായിട്ടുള്ള ആവശ്യം ഇതേപോലത്തെ ഒരു പേപ്പർ ഉണ്ടോ. ഇതേപോലെ കട്ടിയുള്ള പേപ്പർ വേണം. ഞാൻ കുറേ യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതേപോലത്തെ കുറേ കവാൾ സ്റ്റിക്കേഴ്സ് വേണം. ഇതിപ്പോൾ ഒന്നുള്ളൂ, ബാക്കിയുള്ള എൻ്റെ ടാബിലുണ്ട്. നമുക്കൊരു കവാൾ സ്റ്റിക്കർ എടുത്ത് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാം. എന്നിട്ട് ഒരു കത്ത് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളിത് കവായികളിനെ കട്ട് ചെയ്തെടുത്തിട്ട് കണ്ടോ. ഈ ഒരു കവായികളിനായിട്ടോ ഞാൻ യൂസ് ചെയ്തത്. നമ്മളിതിനെ നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ നേരെ ഈ പേപ്പർ കട്ടറുണ്ടോ, ഇത് നമുക്കെടുത്ത് ഒരു ഹാൾട്ട് എടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാം. കുറച്ച് ഐറ്റംസ് മതി. കള്ളയിൽ പണി ഈ ഹോൾട്ട് എടുക്കണം. കുറേ നേരം ഞാൻ കിടന്ന് ചുറ്റി കളിക്കുന്നു. നമുക്ക് ഹോൾട്ട് എടുക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് കുറച്ച് ക്രാഫ്റ്റ് വർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു നല്ല ഭംഗിയുള്ളൊരു കീച്ചെയിൻ ഉണ്ടോ, കവായ് കീച്ചെയിൻ. യൂട്യൂബ് നോക്കിയുള്ള ഐഡിയ ആണ്. എന്തായാലും കാണിച്ചേക്കാം. നല്ല ക്യൂട്ടായില്ല കുറേ എണ്ണം ഉണ്ടാക്കാം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റിന് മെയിനായിട്ടുള്ള ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു പേപ്പർ, നല്ല കട്ടിയുള്ള പേപ്പർ വേണേ. എഗ്ഗരിപ്പും ഇതേപോലത്തെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ. അപ്പം നമുക്ക് ഇനി ആവശ്യം ഇതേപോലത്തെ ഒരു പേപ്പർ. ഇത് കുറേ കവായ് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ കുറേ കവായ് സ്റ്റിക്കറുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് ഈ കവായ് സ്റ്റിക്കറാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കവായ് സ്റ്റിക്കർ എടുത്തിട്ട് പൊളിക്കാം. ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്, ഒട്ടിച്ചെടുക്കാം. ഇത് നമുക്കിത് ഒരു കത്രിക ഉപയോഗിച്ച് നല്ലോണം കട്ട് ചെയ്ത് വെക്കാം. നല്ലോണം കട്ട് ചെയ്ത് കൊടുക്കാം. ഗൈസ്, ഞാൻ ഈ ഒരു കവായികളിനാണ് എടുത്തത്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിലാകുമ്പോൾ ഒടിഞ്ഞു പോകേണ്ടിയിരിക്കും. പേപ്പർ ഇതാണ് നല്ലത്. എന്നിട്ട് നമ്മൾ ഇതിനൊരു ഹോൾട്ട് എടുക്കാം. നമുക്ക് കീച്ചെയിനില്ല, അപ്പോൾ അത് തുളയണ്ടേ. അപ്പോൾ നമുക്കൊരു ഹോൾട്ട് എടുക്കാം. ഒരു ഹോൾട്ട് എടുക്കാൻ പോകാൻ അപ്പം അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ അതിനൊരു കുഞ്ഞ് ഹോൾട്ട് എടുത്തിട്ടുണ്ട്. കേട്ടോ, ഒരു കുഞ്ഞ് ഹോൾ. നമുക്ക് ഇതേപോലത്തെ സേഫ്റ്റി പിന്നാണ് ആവശ്യം. കേട്ടോ, ഇത് നമ്മളിത് ഈ ഒരു ഹോളിൻ്റെ അകത്ത് കൂടെ അത് കയറ്റി കൊടുക്കാം. കറക്റ്റ് കൊടുക്കണ്ട. ഈ ഹോളിനകത്ത് കൂടെ ഇങ്ങനെ കയറ്റി കൊടുത്തിട്ട് നമ്മൾ കീച്ചെയിൻ്റെ അടി ഇങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്തിനാണിങ്ങനെ കുത്തി വെക്കാം, ഒക്കെ തൂക്കിയിടൊക്കെ ചെയ്യാം. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. അപ്പം നമ്മൾ കുറച്ച് വാഷിംഗ് ടാപ്പ് ഒട്ടിച്ചെടുത്തിട്ട് ഈ പിന്നിനെ ഇങ്ങനെ നോർമലായിട്ട് കിടക്കുമ്പോൾ എന്ത് വെള്ളമല്ലേ, കുറച്ച് വാഷിംഗ് ടാപ്പ് ഒട്ടിച്ചെടുക്കാം. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിയൊരു ഇതില്ലേ ജെനിക്സിൻ്റെ, അതിലൊരു വാഷിംഗ് ടാപ്പാണ് ഞാനിത് ഇതിൽ നിന്ന് കിട്ടിയതും. ഇത് വേറെ വാങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം. വളരെ സിമ്പിളാണ്. ഇങ്ങനെ വാഷിംഗ് ടാപ്പ് എടുത്തിട്ട് പൊളിക്കുക. ഇവിടെ പോയി ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഇതിലിങ്ങനെ നല്ല എന്തൊരു ബോർഡ്നെസ് ഉണ്ടാവില്ലേ, അത് നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നേരിട്ടത് ഇങ്ങനെ മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിനെ ചുറ്റി 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 എടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പാർട്ട് ഇതേപോലെ ഇങ്ങനെ ചുറ്റി എടുത്തിട്ടാണ്. നമുക്ക് ഇതിൻ്റെ മറ്റേ പാർട്ടും കൂടി ചുറ്റിയെടുക്കാം. അപ്പം നമ്മൾ വാഷിംഗ് ടേപ്പ് എടുക്കുക. ഞാൻ രണ്ടാമത്തെ ഈ ഒരു കളറാണ് കേട്ടോ എടുക്കുന്നത്. നമ്മളിത് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ കേട്ടോ.
നല്ലോണം അവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്തെടുത്തിട്ടാണ് നമുക്കത് പിൻ ചെയ്ത് വെക്കാം. പറ്റുന്നില്ല. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ടാപ്പ് ചെയ്തപ്പം ഇതിനൊരു തുളട്ടെടുക്കാമായിരുന്നു കേട്ടോ. അടുപ്പം ഇത് കയറുന്നില്ല. നമുക്ക് പേപ്പർ കട്ടർ അല്ല എക്സ്ട്രാ ബ്ലേഡ് വെച്ചിട്ട് ഒരു തുളട്ടെടുക്കാം. ഓക്കെ, ഇനി നമുക്കത് പിൻ ചെയ്ത് വെക്കാം. അങ്ങനത്തെ ഒന്നാമത്തെ കീ ചെയിൻ റെഡി. അപ്പം നമുക്കിനി ഇതിൻ്റെ കുറേ കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. നമുക്ക് നല്ല ഭംഗിയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നമുക്ക് ഞങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വളരെ നല്ലൊരു ഐറ്റമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.